വിശദമായി നോക്കാം. ഉത്തരാവധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി സൂരജിന് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉത്രയുടെ മാതാപിതാക്കളും അന്വേഷണ ഉദ്യോഗസ്ഥരും. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജാണ് വിധി പ്രസ്താവിക്കുക. അതേസമയം ഉത്ര കൊല്ലപ്പെട്ട ദിവസം സൂരജ് നടത്തിയ പ്രതികരണം പുറത്തുവന്നു. ഉത്രയുടെ മരണത്തെക്കുറിച്ച് സൂരജ് വാചാലനാകുന്നത് ദൃശ്യത്തിലുണ്ട്. ഉത്രയുടെ അച്ഛൻ വിജയസേനന്റെ സാന്നിധ്യത്തിലായിരുന്നു സൂരജിന്റെ പ്രതികരണം. അണലിയുടെ കടിയേറ്റതിനെക്കുറിച്ചും ആശുപത്രിയിൽ എത്തിച്ചതിനെക്കുറിച്ചും സൂരജ് കുറ്റബോധം തെല്ലുമില്ലാതെയാണ് സംസാരിക്കുന്നത്. വലത്തേക്കല്ല, അന്നേരം വെളിയിലെങ്കിൽ പൈപ്പ് നിൽക്കുന്ന വല്ല സ്ഥലം തുണി കഴിയുമ്പോഴേ അങ്ങനെ ഇതുപോലെ വേദനയെന്ന് പറഞ്ഞാൽ അന്നേരം വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. ഞാൻ വിളിച്ച് അപ്പോഴത്തേക്കിന് അച്ഛനും എല്ലാം കൂടി വന്നു, അമ്മയെല്ലാം വന്നു. അച്ഛൻ പിന്നെ അവിടെ കിടന്നൊരു തുണി എടുത്ത് കീറി കെട്ടി. ഞങ്ങൾ മേളിലാണ് കിടക്കുന്നത്, ഒരു താഴെ. അന്നേരം വിളിച്ച് വന്നു. അപ്പോഴത്തേക്കും നമ്മൾ അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പം അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്തുവാ കടിച്ചതെന്ന്. കാരണം ചോര കട്ടിയായിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ അവിടുന്ന് ഹോളി ക്രോസിൽ കൊണ്ടുപോയി അടൂർ. അവിടെ ചെന്ന് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം വെനം കയറിയിട്ടുണ്ട്. എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല, അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു വെനമാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അവർ തന്നെയാണ് ആംബുലൻസ് റെഡിയാക്കി നമ്മളെ പുഷ്പഗിരിയിലോട്ട് വിട്ടത്. അങ്ങനെ പുഷ്പഗിരി ചെന്ന് അവിടെയും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പറഞ്ഞത് അണലി വർഗത്തിൽ പെട്ടതെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു തുണിയുള്ളായിരുന്നു. അന്നേരം മോഷൻ പോയപ്പോൾ കഴിയാൻ ആ സമയത്താണ്. അത് കഴിഞ്ഞാൽ വന്ന് ഇതുപോലെ തലവേദനയുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞിനെ ഉറക്കം എല്ലാം എടുത്തുകൊണ്ട് നടക്കുക, എല്ലാം പാല് കൊടുക്കുന്നു. അന്ന് ഒരു വ്യത്യാസം കാണുന്നില്ല. 8 മണിയായപ്പോഴേ പുറത്തിറങ്ങി രാത്രി. അന്നേരം അവർ പറഞ്ഞ് ഈ കാണാത്തോണ്ടാണെന്ന് പറഞ്ഞു ഈ ബ്ലഡ് വേന ഇങ്ങനെ കയറാഞ്ഞു പെരിയെ. പുള്ളിക്കാർ കണ്ടിരുന്നെങ്കിൽ 1-1.5 മണിക്കൂറിനുള്ളിൽ പ്രശ്നമായേനെന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞില്ല. കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഇന്ന് 11 മണിയോടുകൂടിയാണ് കേസെടുക്കുന്നത്. വിധി പ്രഖ്യാപിക്കും, അതിലേക്ക് വരാം. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന സൂരജിന്റെ ഈ ദൃശ്യങ്ങൾ, അതായത് രണ്ടാമത് മൂർഖൻ പാമ്പ് കടിച്ചു, അതിനു മുൻപ് ആദ്യം ഒരു അണലി കടിച്ചിരുന്നു, അതിനെക്കുറിച്ചാണോ ഇയാൾ പറയുന്നത്? ദിവ്യ, രണ്ടാമതും പാമ്പ് കടിച്ച് അന്ന് ആ ദിവസമാണ് സൂരജിൻ്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയത്. അതിനുള്ള മറുപടിയായാണ് സൂരജ് ഇങ്ങനെ പറയുന്നത്. ഇതിൽ തന്നെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി നമുക്ക് വ്യക്തമാകുന്നു 2 പാമ്പ് കടികളെക്കുറിച്ചും സൂരജ് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ തനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ, വളരെ നിഷ്കളങ്കമായി സൂരജ് സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോ നേരത്തെയും സൂരജ് പാമ്പുമായി നിൽക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും സൂരജ് ചെയ്തതും പറഞ്ഞതും ഒക്കെ തന്നെയെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായി വന്നത് പാമ്പ് പിടുത്തക്കാരൻ സുരേഷിൻ്റെ മൊഴിയാണ്. 2 തവണ താൻ സൂരജിന് പാമ്പിനെ നൽകി. ആദ്യം അണലിപ്പാമ്പിനെ, രണ്ടാമത് മൂർഖൻ പാമ്പിനെ. 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കുമാണ് പാമ്പുകളെ നൽകിയത്. ആദ്യം നൽകിയ അണലിപ്പാമ്പുമായി നിൽക്കുന്ന ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ പാമ്പിനെ ഉപയോഗിച്ച് സൂരജ് ഉത്രയെ ആദ്യം സൂരജ് കടിപ്പിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇത് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർത്ഥമായി വാദിക്കുകയും ചെയ്തു. കോടതി അത് ശരിവെച്ചു. കഴിഞ്ഞ ദിവസമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി ഇന്നുണ്ടാകും. 11 മണിയോടുകൂടി കോടതി ചേരും. 12 മണിക്കുള്ളിൽ വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. 4 വകുപ്പുകളാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊലപാതകം, വധശ്രമം, വിഷമുള്ള ജന്തുവിനെ കൊണ്ടുള്ള കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ. ഈ 4 കുറ്റങ്ങൾ FIRലും കുറ്റപത്രത്തിലും ചേർത്തിരുന്നു. 4ഉം കോടതി അംഗീകരിച്ചു. വകുപ്പുകളൊന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല. വധശിക്ഷ മുതൽ പിഴ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കണ്ടെത്തിയത്. ഇന്ന് ആദ്യത്തെ കേസായി തന്നെ ഇത് എടുക്കുന്നുണ്ട്. വിധി 12 മണിക്കുള്ളിൽ വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. വിനോദ്, ഇതിൽ നേരത്തെ ഇതിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന തരത്തിലാണ് ഇത് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സൂരജിന് പരമാവധി ശിക്ഷ ലഭിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണോ പറയുന്നത്? ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് വധശിക്ഷ വേണമെന്നാണ്. മാനസാന്തരത്തിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത തരം കുറ്റവാസന ഉള്ള ആളാണ് സൂരജ്. കാരണം ആദ്യത്തെ പാമ്പ് കടി കഴിയുന്നു, അതിനുശേഷം ഭാര്യ വേദന കൊണ്ട് പുളയുമ്പോൾ സൂരജ് രണ്ടാമത്തെ കൊലപാതക ശ്രമത്തിന് വേണ്ടിയുള്ള കോപ്പുകൂട്ടൽ നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം പ്രതി അർഹിക്കുന്നില്ല, കുറ്റവാളി അർഹിക്കുന്നില്ല. പരമാവധി ശിക്ഷ, പ്രോസിക്യൂഷനാകട്ടെ, അന്വേഷണ സംഘം, ഉത്രയുടെ വീട്ടുകാർ ഒക്കെ തന്നെയും പരമാവധി ശിക്ഷ എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. വധശിക്ഷ നൽകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർച്ച് 2-നാണ് ആദ്യം മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നത്. അതിനുശേഷം മെയ് 7-ന് ഉത്രയുടെ കൊലപാതകം നടക്കുന്നു. മെയ് 6-നാണ് രണ്ടാമത് മൂർഖനെ കൊണ്ട് കടിപ്പിക്കുന്നത്. ആദ്യം അണലിപ്പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുകയായിരുന്നു.
ഇത് ഒരു തരത്തിലുള്ള ആനുകൂല്യവും കോടതിയുടെ ദയ അർഹിക്കുന്നില്ല പ്രതി. കാരണം അത്തരത്തിലുള്ള ഒരു കഠിന ഹൃദയനാണ് പ്രതി. വിചിത്രവും പൈശാചികവുമാണ് കൊലപാതകമെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഏതായിരുന്നാലും കോടതി ഏത് നിലയ്ക്കാണ് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടതെന്ന് വിധി വരുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഏത് ശിക്ഷയാണ് നൽകുന്നത്. വധശിക്ഷ മുതൽ പിഴ വരെ നൽകാവുന്ന കുറ്റങ്ങളുണ്ട്. 4 വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. പ്രത്യേകം ഓരോ വകുപ്പിലും ശിക്ഷ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ദിവ്യ. വിനോദ്, ഇതിൽ ദൃക്സാക്ഷിയില്ലാത്ത ഒരന്വേഷണമായിരുന്നു, അല്ലെങ്കിൽ കേസായിരുന്നു. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കേസായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അത് ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ സമാഹരിക്കാനും അത് കോടതിയിൽ എത്തിക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അത് തന്നെയാണല്ലേ ഏറ്റവും വലിയൊരു ഇതിലൊരു പ്രധാനമായി എടുത്തു പറയേണ്ടത്. തീർച്ചയായും മെയ് 9-നാണ് ഈ പരാതിയുമായി വീട്ടുകാർ പോലീസിനെ സമീപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഇത് കൊലപാതകമെന്ന സംശയത്തിലേക്കും നിഗമനത്തിലേക്കും എത്തുകയായിരുന്നു. അവിടെ മുതൽ തന്നെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘം മികവ് കാട്ടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം യൂട്യൂബ് ദൃശ്യങ്ങളടക്കം കൊലപാതകത്തിന് തൊട്ട് മുൻപ് 15 തവണയാണ് യൂട്യൂബിൽ സൂരജ് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സൂരജ് ഇത്തരമൊരു കൃത്യം ചെയ്തതെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പാമ്പിൻ്റെ പോസ്റ്റ്മോർട്ടം, ഡമ്മി പരിശോധന, ഇത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പരിശോധനാ രീതികൾ അവലംബിച്ചിരുന്നു. വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. പാമ്പ് ഈ 2 വീടുകളിലും, ഒന്ന് അടൂർ സൂരജിൻ്റെ വീട്, മറ്റൊന്ന് ഉത്രയുടെ വീട്, ഈ 2 വീടുകളിലും സ്വാഭാവികമായി പാമ്പ് കയറാൻ സാധ്യതയില്ലാത്ത നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇതിൽ സംശയമുണ്ടായിരുന്നു. സൂരജ് പാമ്പിനെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ടിൻ അടക്കം കണ്ടെത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃക്സാക്ഷിയില്ലാത്ത കേസാണ്. സാക്ഷിമൊഴികളുണ്ട്, സാഹചര്യ തെളിവുണ്ട്, ശാസ്ത്രീയ തെളിവുകളുണ്ട്. പക്ഷേ കൃത്യമായ മൊഴി എന്നത് പാമ്പ് പിടുത്തക്കാരൻ സുരേഷിൻ്റെയാണ്. അതിൽ അന്വേഷണ സംഘം കാണിച്ച ഒരു മിടുക്ക് എന്ന് പറയുന്നത് സുരേഷിനെ ഈ കേസിൽ ആദ്യം പ്രതിയാക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് അത് ഒഴിവാക്കി മാപ്പ് സാക്ഷിയാക്കുന്നു. മാപ്പ് സാക്ഷിയുടെ മൊഴി പ്രധാനമായും സൂരജിന് എതിരെയുള്ള ഒരു തെളിവായി മാറുന്നു. ആ തരത്തിലുള്ള ഒരു മൊഴിയായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് സമർത്ഥമായി പ്രോസിക്യൂഷന് കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞതും. ഏതായിരുന്നാലും 12 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് ശിക്ഷാവിധി അറിയാൻ കഴിയും. ദിവ്യ. ശരി, വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.